ചോക്ക് ഡ്രീംസ് ചാനലിലേക്ക് സ്വാഗതം. ഒരു സുപ്രധാന വാർത്തയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. രാജ്യത്തെ ലക്ഷക്കണക്കിന് അധ്യാപകരെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി മുതൽ TET ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ ജോലിക്ക് ഭീഷണിയുണ്ടോ? എന്താണ് കോടതി വിധി? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് സുപ്രീം കോടതി വിധി? അധ്യാപക നിയമനങ്ങൾക്ക് ഇനി മുതൽ TET യോഗ്യത നിർബന്ധമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വിധി പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമല്ല, നിലവിൽ സേവനത്തിലുള്ള അധ്യാപകർക്കും ബാധകമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിധി. പുതിയ നിയമനങ്ങൾ. ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും TET പാസ്സായിരിക്കണം. കോടതി നിലവിലുള്ള അധ്യാപകരെ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം വിരമിക്കാൻ 5 വർഷത്തിൽ കൂടുതൽ സേവന കാലാവധിയുള്ളവർ. ഇവർക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാകാൻ സമയം നൽകിയിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ പരീക്ഷ പാസ്സാകാത്തവർക്ക് ജോലി നഷ്ടപ്പെടുകയോ നിർബന്ധിത വിരമിക്കലിനു വിധേയരാകുകയോ ചെയ്യേണ്ടിവരും. രണ്ടാമത്തെ വിഭാഗം വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രം സേവന കാലാവധിയുള്ളവർ. ഇവർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമില്ല. എന്നാൽ അവർക്ക് യാതൊരുവിധ പ്രമോഷനുകളും ലഭിക്കില്ല. പ്രമോഷൻ ലഭിക്കണമെങ്കിൽ ടെറ്റ് പാസ്സാകണം. എന്തുകൊണ്ടാണ് ഈ വിധി വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ RTE ആക്ട് 2009 പ്രകാരം അധ്യാപകർക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യതയാണ് ടെറ്റ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കി. വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു നിയമപരമായ അവ്യക്തതയ്ക്കാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ വിധി രാജ്യത്തുടനീളം വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു. പല അധ്യാപക സംഘടനകളും വിധിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നും പുതിയ നിയമനങ്ങൾക്ക് മാത്രം ടെറ്റ് നിർബന്ധമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം ചില സംസ്ഥാനങ്ങൾ ഈ വിധി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ നിലവിൽ ജോലിയിലുള്ള അധ്യാപകർക്കായി പ്രത്യേക ടെറ്റ് പരീക്ഷകൾ നടത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് അധ്യാപകർക്ക് അനുകൂലമായ നടപടിയാണ്. ഇതൊരു താൽക്കാലിക അറിയിപ്പാണെന്നും ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ കാര്യം. ഈ വിധി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് താൽക്കാലികമായി ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ്. RTE ആക്ട് ഈ സ്ഥാപനങ്ങൾക്ക് ബാധകമാണോ എന്ന ചോദ്യം കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ അവർക്ക് ഇളവ് ലഭിക്കും. ചുരുക്കത്തിൽ, സുപ്രീം കോടതിയുടെ ഈ വിധി അധ്യാപക നിയമനങ്ങളിൽ നിലവാരമുയർത്താൻ ലക്ഷ്യമിടുന്നു. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഔദ്യോഗിക അറിയിപ്പുകൾ വരുമ്പോൾ ഞങ്ങളത് നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.